സെമിയോട്ടിക്കയുടെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവചനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന 26 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ കേരളം ആര് ഭരിക്കും എന്നത് തീരുമാനമാകും. കടുത്ത മത്സരം നേരിടുന്ന ഈ 26 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒന്നാം സ്ഥാനാർത്ഥി നിൽക്കുന്ന സ്ഥാനാർത്ഥിയും രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥിയും തമ്മിൽ 1 മുതൽ 3% വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസം മാത്രമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഈ 26 മണ്ഡലങ്ങളിൽ UDF അനുകൂലമായിട്ടുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഞ്ചേശ്വരം, ഉദുമ, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, പട്ടാമ്പി, തൃത്താല, കളമശ്ശേരി, ഏറ്റുമാനൂർ, ദേവികുളം, ചങ്ങനാശ്ശേരി, കൊല്ലം, കോവളം, കടുത്തുരുത്തി, ഹരിപ്പാട്. LDF നേരിയ മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തളിപ്പറമ്പ്, അഴീക്കോട്, ഗുരുവായൂർ, കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ, ആലപ്പുഴ, ചെറിയൻകീഴ്, വാമനപുരം, കഴക്കൂട്ടം. NDAക്ക് നേരിയ മുൻതൂക്കമുള്ള 2 മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ് 36% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക ഇവിടെ പ്രവചിക്കുന്നത്. നേമം 38% വോട്ട് വിഹിതമാണ് NDAക്ക് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. 26 മണ്ഡലങ്ങളെയും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ UDF അനുകൂലമായി നിൽക്കുന്നത് 15 മണ്ഡലങ്ങൾ, LDF 9, NDAക്ക് 2. 140 മണ്ഡലങ്ങളുടെയും അന്തിമ ഫലപ്രവചനം സെമിയോട്ടിക്കയിൽ നിന്ന്. UDF 100% വിജയസാധ്യതയുള്ള 49 മണ്ഡലങ്ങൾ, 70 മുതൽ 75% വിജയസാധ്യതയുള്ള 12 മുതൽ 14 മണ്ഡലങ്ങൾ, നേരിയ മുൻതൂക്കമുള്ള 12 മുതൽ 18 മണ്ഡലങ്ങൾ. മൊത്തത്തിൽ UDF ജയിക്കുവാൻ സാധ്യതയുള്ളത് 73 മുതൽ 81 സീറ്റുകൾ. LDF 100% ജയിക്കുവാൻ സാധ്യതയുള്ള 30 മണ്ഡലങ്ങൾ, 70 മുതൽ 75% വിജയസാധ്യതയുള്ള 20 മുതൽ 22 മണ്ഡലങ്ങൾ, നേരിയ മുൻതൂക്കമുള്ള 6 മുതൽ 10 മണ്ഡലങ്ങൾ. മൊത്തം LDF ജയിക്കുവാൻ സാധ്യതയുള്ള സീറ്റുകൾ 56-നും 62-നും ഇടയിൽ. NDA 100% വിജയസാധ്യതയുള്ള സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല. 70 മുതൽ 75% വിജയസാധ്യതയുള്ള 1 സീറ്റാണുള്ളത്. നേരിയ മുൻതൂക്കമുള്ള 1 മുതൽ 3 സീറ്റുകൾ. മൊത്തത്തിൽ NDA ജയിക്കുവാൻ സാധ്യതയുള്ള 1 മുതൽ 4 സീറ്റുകൾ. ഒരു UDF വിജയമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. യഥാർത്ഥ ഇലക്ഷൻ റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം. Until then, we are signing off. Thank you everyone.